അനുമോളും എല്ലാം വിളിച്ചായിരുന്നു അനീഷേട്ടാ. അനീഷേട്ടനെ പോലെ അനുമോളും ഹാപ്പി ആയിരുന്നു പറഞ്ഞു. അനീഷേട്ടന് 10 ലക്ഷം രൂപ കിട്ടിയപ്പോ വേറൊരു സന്തോഷം, ഒരുപാട് സന്തോഷം. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. ഈ ഓണം അടിപൊളിയായിട്ട് സെറ്റായിട്ട് എല്ലാവരും ആഘോഷിക്കട്ടെ, ആഘോഷം ഗംഭീരമാകട്ടെ. ഹാപ്പി ഓണം, ഹാപ്പി ഓണം. എല്ലാവർക്കും നമസ്കാരം. നമ്മളെല്ലാവരും യൂട്യൂബിലായാലും ഈ ഫേസ്ബുക്കിലായാലും വീഡിയോസ് ഒക്കെ ഇടുന്നത് കാശ് കിട്ടാൻ വേണ്ടി തന്നെയാണ്. നമ്മൾ കഷ്ടപ്പെട്ട് എഫർട്ട് എടുത്ത് വീഡിയോ ഇടുന്നത് കാശ് കിട്ടാൻ വേണ്ടി തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ഓരോരുത്തരവരുടെ കല്യാണ വീഡിയോ, അതും സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ളവർ അവരുടെ കല്യാണ വീഡിയോ കാര്യങ്ങളൊക്കെ ഇടുന്നത് അവർക്ക് കാശ് കിട്ടാൻ വേണ്ടി തന്നെയാണ്. ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഓരോരുത്തരുടെ കല്യാണം നടക്കുമ്പോഴും അവരുടെ കല്യാണ വീഡിയോ വന്ന് ഓൺലൈൻ മീഡിയാസ് എടുത്ത് ബൈറ്റ് എടുത്ത് ഇടുമ്പോൾ മില്യൺ വ്യൂസും നല്ല റീച്ചും ഒക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ കാശ് ഈ പറയുന്ന നല്ല ഓൺലൈൻ മീഡിയാസിന് കിട്ടും. എന്നാൽ അനുമോളുടെ കല്യാണത്തിന് അനുമോൾ ആളെ സെറ്റ് ചെയ്തിരുത്തിയിട്ട് അനുമോളുടെ ചാനലിൽ കൂടി തന്നെ ഓൺലൈൻ മീഡിയാസ് ഇടുന്നതിനേക്കാളും നേരത്തെ കാര്യങ്ങൾ ഇട്ട് ബൈറ്റുകളെല്ലാം സ്വന്തം ചാനലിൽ കൊടുത്ത് അത് സ്വന്തമായിട്ട് ആ പൈസ അങ്ങോട്ട് ഏൺ ചെയ്തു എന്നതാണ് മറ്റൊരു വാസ്തവം. നല്ല കാര്യം. ഞാൻ അത് ആലോചിച്ചു. അനുമോളുടെ ആ ഒരു ബുദ്ധി അല്ലെങ്കിൽ ആ ഒരു എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്ന ആ ഒരു പവറിനെ ഞാൻ ഇങ്ങനെ എൻ്റെ 1-2 ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യൂട്യൂബിലുള്ള തന്നെ ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾ ബുദ്ധിമതിയാണ്. കാരണം അവളുടെ കല്യാണത്തിന് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കാര്യങ്ങളും ബൈറ്റുകളും, അതായത് ഓൺലൈൻ മീഡിയാസ് വന്ന് ചോദ്യങ്ങൾ ചോദിച്ച് അവർക്ക് ബൈറ്റ് കൊടുക്കുന്നതിന് പകരം ഇവളുടെ ചാനലിൽ ഇവള് തന്നെ ഈ കാര്യങ്ങളെല്ലാം സ്വന്തമായിട്ട് ആ കാശ് എടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും. ഓക്കെ, അത് നല്ലൊരു ബുദ്ധിപൂർവ്വം ഹാൻഡിൽ ചെയ്തു. അനുമോളുടെ കല്യാണം നടന്ന് എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ഒരു 10-20,000 രൂപ കൊടുത്ത് ഒരാളെ ഇരുത്തിയിട്ട് ഒരു 2-3 ദിവസത്തേക്ക് 10-20,000 പോട്ട് ഒരു 50,000 രൂപ കൊടുത്ത് ഇരുത്തിയാൽ കൂടി ലാഭമേ അനുമോൾക്കുള്ളൂ. കാരണം ഇതെല്ലാം എടുത്ത് എഡിറ്റ് ചെയ്ത് എല്ലാം അപ്ലോഡ് ചെയ്ത് കറക്റ്റായിട്ട് കാര്യങ്ങൾ പോയി അവർക്ക് അതിൻ്റെ പുറകെ കിടന്ന് ഓടേണ്ട ആവശ്യമില്ലായിരുന്നു. അത് ബുദ്ധിപരമായിട്ടുള്ളൊരു നീക്കമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും അങ്ങനെ അനുമോളുടെ കല്യാണ വീഡിയോസ് എല്ലാം അനുമോളുടെ ചാനലിൽ തന്നെ അനുമോൾ അപ്ലോഡ് ചെയ്തു. എന്നാൽ ഇതേ സാധനം ഡൗൺലോഡ് ചെയ്തിട്ട് വേറെ ചാനലിൽ കൊണ്ട് ഒന്നുമില്ലാണ്ട് ചുമ്മാ അതുപോലെ അപ്ലോഡ് ചെയ്തിട്ട് ഇവിടെ കിട്ടേണ്ട വ്യൂവർഷിപ്പ് അവർ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഇവർക്ക് ദേഷ്യം വരും. ഇവരെ തെറ്റു പറയാനും നമുക്ക് പറ്റത്തില്ല. കാരണം അനുമോളൊക്കെ കഷ്ടപ്പെട്ട അവരുടെ കല്യാണവും കാര്യങ്ങളും എല്ലാം വേറെ ആളെ ഇരുത്തി എടുത്ത് സെറ്റ് ചെയ്യുമ്പോൾ ചിലവന്മാർ വന്നിട്ട് ചുമ്മാ ഇരുന്നും കൊണ്ട് ഇതിനെ അടിച്ചുകൊണ്ടങ്ങ് പോകും. ഇതിനെ ഡൗൺലോഡ് ചെയ്ത് വേറെ ചാനലിൽ കൊണ്ട് അപ്ലോഡ് ചെയ്ത് ലക്ഷക്കണക്കിന് മില്യൺ വ്യൂസും ഉണ്ടാക്കി അവർ കാശ് ഉണ്ടാക്കിക്കൊണ്ടുപോകും. അപ്പോൾ ഇവരെന്ത് ഉണ്ണാക്കന്മാരാ? ഇവരുണ്ണാക്കന്മാരാവോ? അത് ഒരു ചോദ്യമല്ലേ. അപ്പൊ നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം. കാര്യങ്ങൾ ഓരോന്നിട്ട് സംസാരിക്കാം. അതുപോലെ അഹാന കൃഷ്ണനുണ്ട് സംസാരിക്കാൻ, അനീഷിന്റെ ഒരു കേസുണ്ട് സംസാരിക്കാൻ. ഇങ്ങനെ കുറച്ചധികം കാര്യങ്ങളുണ്ട്. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. ഞാൻ ഇവിടെ ഒരു പോസ്റ്റ് കൊടുക്കാം. പ്രത്യേകിച്ച് അനുമോളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. എനിക്ക് തോന്നുന്നു ഓണത്തിൽ ഒരു കല്യാണം എന്ന് പറയുന്ന സാധനം അനുമോൾ തൂക്കിയെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇപ്പൊ എവിടെ നോക്കിയാലും അനുമോളുടെ കല്യാണം, അതിനെ തുടർന്നുള്ള കോൺട്രവേഴ്സീസ്, അത് ഇത് അങ്ങനെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. വേറെ ഒന്നും ആലോചിക്കണ്ട. ഇപ്പം നിങ്ങൾ കഷ്ടപ്പെട്ട് എവിടെയെങ്കിലും പോയി ഒരു വ്ളോഗൊക്കെ ഷൂട്ട് ചെയ്ത് കഷ്ടപ്പെട്ട് എടുത്ത് നിങ്ങൾ എഡിറ്റ് ചെയ്ത് നിങ്ങൾ ഇട്ടു. എന്നാൽ അതേ സാധനം വേറൊരാൾ ഡൗൺലോഡ് ചെയ്തിട്ട് അപ്പുറത്തുകൊണ്ട് പബ്ലിക് ചെയ്ത് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാളും വ്യൂവർഷിപ്പ് അപ്പുറത്ത് കിട്ടുകയും അവർ ആ കാശ് അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഷമം തോന്നില്ലേ? അത് മാത്രമേ ഇവിടെ അനുമോൾക്കും തോന്നിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളിപ്പോൾ ഒരാളുടെ വീഡിയോ അതുപോലെ എടുത്ത് വേസ്റ്റ് ചെയ്യാറൊന്നുമില്ല. നമ്മൾ അതെടുത്ത് റിയാക്ട് ചെയ്യാറാണെന്നുള്ളത് നമ്മുടെ അഭിപ്രായം പറയാം. അതിലൊരു ക്വാളിറ്റി ഉണ്ട്, ന്യായമുണ്ട്. അല്ലാണ്ട് അതുപോലെ എടുത്ത് അപ്ലോഡ് ചെയ്തിട്ട് ഇപ്പുറത്ത് വന്നിരുന്ന് ഇവർക്ക് വ്യൂസും ഇല്ല, അങ്ങനെ ഒരു ആര് മൂഞ്ചും? ഇതിന്റെ ഓണർ മൂഞ്ച്. പിന്നെ ഈ അപ്ലോഡ് ചെയ്യുന്ന വേറെ ചാനലുകാർക്ക് റീയൂസ്ഡ് കണ്ടന്റ് ഒക്കെ അടിക്കും. ആ ചാനലൊന്നും അധികകാലം നീണ്ടു പോകത്തില്ല. ഞാൻ അതിനെ പറ്റിയൊക്കെ പറഞ്ഞുതരാം. അതിനു മുന്നേ ഞാനിവിടെ ഒരു പോസ്റ്റ് ഒന്ന് കൊടുക്കാം. ബിഗ് ബോസിൽ ക്ലീവേജ് കക്ഷം കാണിച്ചു എന്ന് പറഞ്ഞ് ജിസേലിനെ ആക്ഷേപിക്കുകയും ആണുങ്ങളെ വീഴ്ത്താൻ നടക്കുന്നവരാണ് ഇവളൊക്കെ എന്ന് പറഞ്ഞ് കുലസ്ത്രീ അനുമോളാണ് ഇങ്ങനെ കാണിച്ച് നടക്കുന്നത്, ഇപ്പോൾ എന്തായി എന്ന് പറഞ്ഞുകൊണ്ട് രേഷ്മ MP, ഇത് എവിടത്തെ MP ആണെന്ന് എനിക്കറിയത്തില്ല, MP എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരാൾ പോസ്റ്റ് ഇട്ടിട്ടുള്ളതാണ്. ഇതിലെവിടെയാണ് അനുമോളുടെ ഡ്രസ്സിങ്ങിൽ മോശം? ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ, മലയാളി പ്രേക്ഷകർ കാണുന്ന ഷോയ്ക്കകത്ത് വന്നിട്ട് അവരാതെ ഡ്രസ്സുകൾ ഇട്ടുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ വിമർശിക്കുക തന്നെ ചെയ്യും. അത് അനുമോളെന്ന് പറഞ്ഞാൽ കറക്റ്റ് അല്ലേ? ഇപ്പൊ അനുമോളുടെ ഈ ഡ്രസ്സിന് എന്താണ് കുഴപ്പം? നീക്ക് ഏത് യൂണിവേഴ്സിറ്റി എന്ന് ഞാൻ ചോദിക്കത്തുള്ളൂ. എൻ്റെ പൊന്ന് രേഷ്മ ചേച്ചിയുടെ അക്കൗണ്ടൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ഇതൊക്കെ മാത്രമേ ഉള്ളൂ. അതായത് അനുമോളെ എങ്ങനെ കുറ്റപ്പെടുത്താം, അനുമോളെ എങ്ങനെ ടാർഗറ്റ് ചെയ്യാം, ഈ ഒരു സാധനങ്ങളൊക്കെ ഉള്ളൂ. ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ അമ്മച്ചി? ജിസേലിന്റെ ഡ്രസ്സ് ആയാലും അതുപോലെ ജിൻഡോയുടെ സീസണിൽ ശരണ്യയുടെ ഡ്രസ്സിങ് ആയാലും ജിം സ്യൂട്ടൊക്കെ ഇട്ടുകൊണ്ട് കുടുംബ പ്രേക്ഷകരാണ് ഷോയ്ക്കകത്ത് കയറി ഇങ്ങനെ ഇരിക്കും. ഇതൊക്കെ കാണുമ്പോൾ ഉറപ്പായിട്ട് വിമർശിച്ചേ പറ്റത്തുള്ളൂ.
അതൊക്കെ വിമർശിച്ചത് തന്നെയാണ്. ഇവിടെ ഈ അനുമോളുടെ ഈ ഡ്രസ്സിന് എന്താണ് കുഴപ്പം? ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് പറ്റിയത്? എന്താണ് നിങ്ങളുടെ പ്രശ്നം? പിന്നെ ഗിസേലിന്റെ ഡ്രസ്സിനെ കുറിച്ചിട്ട് കൂടുതലൊന്നും പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. കണ്ടത് ഓക്കെ, അതുകൊണ്ട് കൂടുതലൊന്നും മിണ്ടല്ലേ, ചുപ് രേഖോ. ഇനി വേറൊരു സംഭവം കൊടുക്കാം. അതായത് അനുമോളുടെ അക്കൗണ്ടാണ്, യൂട്യൂബ് പേജാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ വ്യൂവർഷിപ്പ് ഒക്കെ കണ്ടല്ലോ, 3 ലക്ഷം, 4 ലക്ഷം, 4 ലക്ഷം, 19 ലക്ഷം, 8 ലക്ഷം, 9 ലക്ഷം, ഇങ്ങനെ തുടർന്ന് നല്ല റീച്ചിലാണ് ഈ പറയുന്ന കല്യാണ വീഡിയോസ് ഒക്കെ പോയിട്ടുള്ളത്. എല്ലാം 2 മില്യൺ ഒക്കെ അടിക്കാറായിട്ടുണ്ട്. കല്യാണത്തിന് ശേഷം പുതിയ വീട്ടിലേക്കുള്ള ആദ്യ ചുവടുകൾ അത് 19 ലക്ഷം പേര്, അത് ഇനി കിടന്നോടി 20 ലക്ഷം, എന്തായാലും 2 മില്യൺ ഒക്കെ കൺഫേം. എനിക്ക് തോന്നുന്നു അനുമോള് കല്യാണത്തിന് ചിലവാക്കിയ കാശെല്ലാം കൂടി ഈ കുറച്ച് വീഡിയോസിൽ നിന്ന് തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട്. നല്ല കാര്യം, അതാണ് അവരുടെ ആ ഒരു എഫക്റ്റ്. ആ ഒരു അവസരം എങ്ങനെ അത് യൂട്ടിലൈസ് ചെയ്യാമെന്ന് നല്ലപോലെ കാൽക്കുലേറ്റ് ചെയ്ത് പഠിച്ച് അനുമോൾ അത് എക്സിക്യൂട്ട് ചെയ്തു. അത് തന്നെ പറയും. ഞാൻ പറഞ്ഞില്ല, ഒരു 10-50,000 രൂപ കൊടുത്ത് ആളെ ഇരുത്തിയാൽ അനുമോൾക്ക് നഷ്ടമില്ല. കാരണം അവളുടെ കല്യാണ വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്ത് കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു. ഓൺലൈൻ മീഡിയാസിന് ബൈറ്റ് കൊടുക്കേണ്ട ആവശ്യം വന്നില്ല. ഓൺലൈൻ മീഡിയാസ് അല്ലെങ്കിൽ മറ്റുള്ള ചാനലുകാരും ഈ പറയുന്ന പോലെ റീച്ച് മൊത്തം കൊണ്ടുപോയി കാശ് വാരാൻ അനുമോൾ സമ്മതിച്ചില്ല. അവൾ തന്നെ അവളുടെ കല്യാണ വീഡിയോസും കാര്യങ്ങളെല്ലാം ടൈമായിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അത് നല്ലൊരു കാര്യമായിരുന്നു. അത് നല്ല ബുദ്ധിപൂർവ്വം നീങ്ങി. ഞാനത് പലരിടത്തും പറഞ്ഞിട്ടുണ്ട് ഈ കേസ്. ഓക്കെ, അടുത്ത അനുമോളുടെ പ്രൊഫൈല് ഞാനൊന്ന് കൊടുക്കാം. ഇതാണ് അനുമോളുടെ പ്രൊഫൈല്. 12 മിനിറ്റ് മുന്നേ ഒരു വീഡിയോ ഇട്ടു, അതായത് ഹൽദി വീഡിയോ സെലിബ്രേഷൻ. അതൊക്കെ 12 മിനിറ്റ് കൊണ്ട് 3,900, അതൊക്കെ ലക്ഷങ്ങൾ പറക്കും. അതുകൊണ്ട് അവൾ നല്ല ബുദ്ധിപൂർവ്വമായിട്ട് എല്ലാം നീങ്ങി. ഓക്കെ, ഇതൊക്കെ കണ്ടല്ലോ, 8 ലക്ഷം, 11 ലക്ഷം, 2 ലക്ഷം, 7 ലക്ഷം, 5 ലക്ഷം, 4 ലക്ഷം കല്യാണത്തിന്റെ ചെലവും അതിന്റെ അപ്പുറത്തുള്ള ചെലവും അവൾ ഇതിൽ നിന്ന് മുതലാക്കി. നല്ലതാണ്. അതാണ് ബുദ്ധിപൂർവ്വം കളിക്കുക എന്ന് പറയുന്ന ആ ഒരു സാധനം. ഓക്കെ, ഒരു മിനിമം RPM വെച്ച് ഒരു 30-70 RPM എന്ന ഇടത്തരം റേഞ്ചിൽ എടുത്തു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് 19 ലക്ഷം വ്യൂസിന് 57,000 മുതൽ 1,33,000 രൂപ വരെ കിട്ടും. ഈ 19 ലക്ഷത്തിന് എനിക്ക് തോന്നുന്നത് 57,000 ഒന്നല്ല, 1 ലക്ഷത്തി സംതിങ് ഒക്കെ കിട്ടും. പിന്നെ 11 ലക്ഷത്തിന് 77,000 വരെ കിട്ടും, 33 മുതൽ. അതായത് മിനിമം RPM ഒരു 30 ഇട്ടാലും 33,000 കിട്ടും. അതാണ് കണക്ക്. അടുത്ത് 9.8 ലക്ഷത്തിനാണ് 29,400. ആ ഒരു റേഞ്ചിൽ നിങ്ങൾ ഈ കാൽക്കുലേഷൻ നോക്കിയാൽ മിനിമം ഒരു 1,80,000 വ്യൂ ഉണ്ടെങ്കിൽ 5,400 മുതൽ 12,600 വരെ കിട്ടും. RPM ഒരു മിനിമം ഒരു 30 RPM ഉണ്ടെങ്കിൽ തന്നെ ഒരു 2 ലക്ഷം വ്യൂ അടുപ്പിച്ചുണ്ടെങ്കിൽ ഒരു 5,400 ആ റേഞ്ചിലൊക്കെ കിട്ടും. അപ്പോൾ 19 ലക്ഷം വ്യൂ പോയ ആ വീഡിയോക്കൊക്കെ 2 മില്യൺ വ്യൂ ഉറപ്പായിട്ട് 1 ലക്ഷത്തിന് മുകളിൽ എമൗണ്ട് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവൾ കല്യാണത്തിനുള്ള ചിലവെല്ലാം ഐ തിങ്ക് ആ ഫുഡും ഡ്രസ്സും കാര്യങ്ങളും ചിലവ് അതിൻ്റെ അപ്പുറം ഇതിൽ നിന്ന് തന്നെ അവൾ ഒപ്പിച്ചു. അതാണ് അവളുടെ ബുദ്ധി. അങ്ങനെ ആയിരിക്കണം മനുഷ്യന്മാരായ. എന്നാൽ ഇവൾ കഷ്ടപ്പെട്ട് ഇതുപോലെ എടുത്തുകൊണ്ട് ഇടുന്ന വീഡിയോസിന് വേറെ വരല്ലേ, അതിലോട്ട് വരാം. സ്ക്രീൻഷോട്ടിൽ വ്യക്തമായി കാണുന്ന വീഡിയോകളുടെ ആകെ 89.4 ലക്ഷം വ്യൂസാണ്. RPM 30 വെച്ചിട്ടാണെങ്കിൽ കുറഞ്ഞത് എസ്റ്റിമേറ്റ് ഒരു 2,68,000 എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഇടത്തരം RPM-ലാണെങ്കിൽ 4 ലക്ഷത്തി സംതിങ്, കൂടിയ എസ്റ്റിമേറ്റിലാണെങ്കിൽ 6 ലക്ഷത്തി, ഒരു മാക്സിമം ഒരു 6 ലക്ഷത്തി സംതിങ് രൂപ ഈ വീഡിയോസിൽ നിന്ന് കിട്ടും. 6 ലക്ഷത്തി ഒന്നുമല്ല, കൂടുതൽ കിട്ടും. ഇത് ChatGPT പറയുന്നത് അത്ര കറക്റ്റ് അല്ല. അതായത് എല്ലാം കൂടി ഏകദേശം 2 മുതൽ 6.3 ലക്ഷം വരെ യൂട്യൂബ് പരസ്യ വരുമാനം ലഭിക്കാമെന്നാണ് കണക്കാക്കാൻ കഴിയുക. ഇത് യൂട്യൂബിന്റെ യാഥാർത്ഥ്യ വരുമാന കണക്കല്ല, വ്യൂസ് അടിസ്ഥാനമായുള്ള ഏകദേശം കണക്കാണ്. ഇതൊന്നുമല്ല, 6 ലക്ഷം ഒന്നുമില്ല, കൂടുതൽ കിട്ടും. 19 ലക്ഷം ആ വ്യൂ പോയതിന് തന്നെ അത്യാവശ്യം നല്ല എമൗണ്ട് കിട്ടും. ഓക്കെ, 2 മില്യൺ വ്യൂ ഒക്കെ പോയത്. പ്രത്യേകിച്ച് ഇവരുടെയൊക്കെ വീഡിയോസ് അത്യാവശ്യം ആൾക്കാർ ഇരുന്ന് കാണുകയും RPM കൂടുതലായിരിക്കും. നല്ലതാണ്. അങ്ങനെ ബുദ്ധിപൂർവ്വം അനുമോൾ നീങ്ങി. എന്നാൽ വേറെ പല പേജുകൾ, എന്താ ഞാൻ എക്സാമ്പിൾ ഒരു പേജ് കൊടുക്കാം. ദിയ കൃഷ്ണ ഷോർട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് ഉണ്ട്. അപ്പോൾ ഈ പേജിൽ ഈ വീഡിയോസ് എല്ലാം അവരെടുത്ത് റീ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അനുമോൾ ബൊമനേഷ് നൈറ്റ്, അനുമോൾ റിസപ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അനുമോൾ ഇടുന്ന വീഡിയോസിന് മിക്കതും എടുത്ത് ഇവരിവിടെ റീ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാൻ ഒരിക്കലും ഇത് അംഗീകരിക്കില്ല. കാരണം അവർ കഷ്ടപ്പെട്ട് എടുത്ത് അവർ കാശിന് വേണ്ടി ഇടുന്ന വീഡിയോസിന് അതുപോലെ എടുത്തുകൊണ്ട് ഇവിടെ അപ്ലോഡ് ചെയ്യുക, അങ്ങനത്തെ പരിപാടി ചെയ്യുന്നത് തൊട്ടിപ്പരിപാടിയാണ്. ഓക്കെ, അത് അത്ര ഫെയർ ആയിട്ടുള്ളൊരു കാര്യമല്ല. ഇപ്പം നമ്മളിപ്പോൾ റിയാക്ഷൻ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ അഭിപ്രായം പറയുന്നത് പോലെയല്ല ഒരാൾ അപ്ലോഡ് ചെയ്ത് അതേപോലെ എടുത്തുകൊണ്ട് ഇവിടെ ഇടുക. കാരണം അവർക്ക് കിട്ടേണ്ട വ്യൂവർഷിപ്പ് ഇവിടെ ഇവർക്ക് കിട്ടും. അങ്ങനെ പല വീഡിയോസിലും അവരെക്കാളും ഇവർക്ക് വ്യൂവർഷിപ്പ് ഉണ്ട്. പിന്നെ ഈ ചാനൽ അധിക കാലമൊന്നും പോകത്തില്ല. ഇത് യൂട്യൂബർ നോട്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റീയൂസ്ഡ് കണ്ടന്റ് വരും. ഇനി ആദ്യം അവർ ഇൻസ്റ്റയിലോ അപ്ലോഡ് ചെയ്ത വീഡിയോ ഇവർ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അവർ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ ഇവർ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് റീയൂസ്ഡ് കണ്ടന്റ് വരും. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഇതിൻ്റെ ഇടയിലുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാതിരിക്കാം. അവർ കാശ് മുടക്കി ഓരോ പരിപാടികൾ ചെയ്ത് അത് വീഡിയോ എടുത്തിടുമ്പോൾ അത് അതുപോലെ എടുത്തുകൊണ്ട് ഇവിടെ വേസ്റ്റ് ചെയ്യുന്ന പരിപാടി നിർത്തുക. ഓക്കെ, അതത്ര നല്ലൊരു കാര്യമല്ല. എനിക്കതൊട്ടും ഫെയർ ആയിട്ടും തോന്നുന്നില്ല. അങ്ങനെ ഈ പേജിൽ അത്യാവശ്യം ഇതെല്ലാം കൂടി പറഞ്ഞ് നിരത്തിയിട്ടുണ്ട്. ഷോർട്സ് ആയാലും എല്ലാം ആയാലും ഓൺലൈൻ മീഡിയാസൊക്കെ വന്ന് അവരുടേതായ രീതിയിൽ ബൈറ്റ് എടുത്തിട്ടാണ് അവർ പോകുന്നത്. അല്ലാണ്ട് നിങ്ങൾ ഇപ്പോൾ ഈ അനുമോളൊക്കെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അതുപോലെ എടുത്തുകൊണ്ട് ഇടുമ്പോൾ അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്.
ഓക്കെ, കണ്ടല്ലോ, ഇതെല്ലാം എടുത്ത് ഇവിടെ നിരത്തിയിട്ടുണ്ട്. ഇനി ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചോളാം, അമ്മ അത് ഇത് എന്ന് പറഞ്ഞിട്ട് അനുമോളുടെ ചാനലിൽ വന്നിട്ടുള്ള സകലമായ വീഡിയോസ് എടുത്തുകൊണ്ട് ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇവിടെ ലക്ഷക്കണക്കിനും അങ്ങ് മില്യൺ കണക്കിനും വ്യൂസ് കയറുമ്പോൾ അവിടെ ഓഫ് കോഴ്സ് ആൾക്കാർ കാണില്ല. പിന്നെ ആ ഒരു സെറ്റപ്പിലോട്ട് പോകും. അവർക്ക് കിട്ടേണ്ട വ്യൂവർഷിപ്പും കൂടിയാണ് ഇവർക്ക് കിട്ടുന്നത്. പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ ഷോർട്സ് ആദ്യം അവർ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്തിട്ട് രണ്ടാമത് ഇവിടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി വരുന്നതിന്റെ ഇടയിൽ ഇവർ കയറി അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇവിടെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് റീയൂസ്ഡ് കണ്ടന്റ് വരും, മോണിറ്റൈസേഷൻ വരെ കട്ടാവും. അങ്ങനെ അനുമുള്ള ചാനലിന് വരെ കംപ്ലൈന്റ് വരും, അടിച്ചു പോകും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇമാതിരി പരിപാടി ചെയ്യാതിരിക്കില്ല. നിങ്ങളേതായ എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തുക. ഓക്കെ, അതുപോലെ പച്ചയ്ക്ക് എടുത്തുകൊണ്ട് അപ്ലോഡ് ചെയ്യാതെ ഒന്നെങ്കിൽ സൈഡിൽ ഇരുന്ന് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് റിയാക്ഷൻ ആയിട്ട് ചെയ്യുക. അല്ലാതെ അതുപോലെ എടുത്ത് അപ്ലോഡ് ചെയ്ത് ബുദ്ധിമുട്ടുണ്ടാക്കില്ല. അതുപോലെ തന്നെ ദിയാകൃഷ്ണയുടെ പല വീഡിയോസും ഈ ചാനലിൽ അതുപോലെ എടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും അവരെക്കാളും ദിയാകൃഷ്ണയെക്കാളും വ്യൂസ് ഇവർക്കുണ്ട്. അത് അവരുടെ ശ്രദ്ധയിൽ പെടാത്തതുകൊണ്ടായിരിക്കും. പെട്ടെന്ന് അവരെഴുതിന് മുമ്പ് എടുത്ത് എറിയുമായിരുന്നു. എന്നിട്ട് ഇവരുടെ ബയോയിൽ ഇവർ എഴുതി വെച്ചിട്ടുള്ള ഹേ കുട്ടീസ് കൃഷ്ണകുമാർ പേളിമാണി ഫാമിലി ഫാൻ പേജ് ഷെയറിംഗ് ഫാൻ എഡിറ്റ്സ് ആൻഡ് മെമ്മറബിൾ മൊമെന്റ്സ് പോസ്റ്റിംഗ് എഡിറ്റ്സ് അപ്ഡേറ്റ്സ് ആൻഡ് മൊമെന്റ്സ് ബിക്കോസ് വി അഡോർ ഓമി വെൽക്കം ടു my YouTube channel made with love. Credits to the original creators. If you are the owner of any clip and would like it removed, please contact before taking action. അതായത് ഇവർ കൊടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ യഥാർത്ഥ ഓണർ ഇത് കാണുമ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കോപ്പിറൈറ്റ് സ്ട്രൈക്കോ എന്തെങ്കിലും തരുന്നതിന് മുന്നേ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്യണമെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള ഒരു കിടുതാപ്പ് അവർ വെച്ചിട്ടില്ല. ഓക്കെ, ഒരു കിടുതാപ്പ് അവർ വെച്ചിട്ടില്ല കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സാധനം ഒന്നും വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും ഫെയർ ആയിട്ടുള്ള സംഭവമല്ല. ഇവരുടെ ടോട്ടൽ വ്യൂസ് ഞാൻ വായിച്ചു. 1, 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം, കോടി, 10 കോടി, 22, 1, 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം, കോടി, 10 കോടി, 22 കോടി 19,14,866 വ്യൂസ് ഇവർക്കുണ്ട്. ഇവർ നല്ല എമൗണ്ട് ഇതിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ചാനൽ മോണിറ്റൈസ് ആണ്, ഇതിന്റെ സ്റ്റോർ ഓണാണ്. അതുകൊണ്ട് ഈ ചാനൽ മോണിറ്റൈസ് ആണ്, കാര്യങ്ങളെല്ലാം ആണ്. അപ്പോൾ ഇവർ നല്ലപോലെ കാശുണ്ടാക്കും. നിങ്ങൾ കാശുണ്ടാക്കുന്നതിൽ അസൂയ കുശുമ്പോൾ ആർക്കുമില്ല, നിങ്ങൾ കാശുണ്ടാക്കുക. പക്ഷേ അത് മറ്റുള്ളവർ അപ്ലോഡ് ചെയ്ത് അതേപോലെ എടുത്തുകൊണ്ട് ഇവിടെ അപ്ലോഡ് ചെയ്ത് അവർക്ക് കിട്ടേണ്ട വ്യൂഷിപ്പ്, എടുത്ത എഫർട്ടും അവർ കാശ് മുടക്കി ഓരോന്ന് ചെയ്തതിൻ്റെ എഫർട്ടും ഇല്ലാണ്ടാക്കി തൊലച്ചുകൊണ്ടാകരുത്. ഓക്കെ, നിങ്ങൾക്ക് റിയാക്ഷൻ ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായം പറയാം, കുറച്ച് ക്ലിപ്പുകളൊക്കെ കട്ട് ചെയ്തെടുത്ത് സംസാരിക്കാം. അല്ലാണ്ട് അതുപോലെ പച്ചയ്ക്ക് എടുത്തുകൊണ്ട് ഇവിടെ അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ ആ പരിപാടി കാണിക്കരുത്. അവർ എടുത്ത എഫർട്ട് അല്ലാണ്ട് പോകും. ഓക്കെ, അതുകൊണ്ടാണ് അത് പറയുന്നത്. ഇതിപ്പോൾ അവരെക്കാളും വ്യൂസ് നിങ്ങൾക്ക് ചില വീഡിയോസിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ അവർക്ക് തന്നെ വിഷമം തോന്നും. കാരണം ഈ വ്യൂവർഷിപ്പും കൂടി അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർക്കത് കാശാവുന്നതാണ്. പ്രത്യേകിച്ച് അവർ കാശ് കൊടുത്ത് ആളെ ഇരുത്തി അത് ചെയ്യിപ്പിക്കുന്നതാണ്. നിങ്ങൾ ചുമ്മാ ഇത് ഒരു എഫർട്ടും ഇല്ലാതെ അത് ഡൗൺലോഡ് ചെയ്യുന്നു, അവിടെ നിന്ന് എടുത്തുകൊണ്ട് ഇവിടെ ടൈറ്റിൽ ചുമ്മാ ടൈപ്പ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നു. ഒരു സുഖ പരിപാടി, ഒന്നും അറിയണ്ട. അപ്പോൾ അത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. അത് ജസ്റ്റ് എനിക്ക് പറയണമെന്ന് തോന്നി, അത് മോശമാണ്. ഇനി ഇതിന് എതിരെ പ്രതികരിച്ചുകൊണ്ട് അനുമോള് തന്നെ വന്നിട്ടുണ്ട്. ഞാനതൊന്ന് വായിക്കാം. ദയവായി ശ്രദ്ധിക്കുക. നിങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോ ഞങ്ങളുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് എടുത്തതാണെന്ന് ശ്രദ്ധയിൽപ്പെട്ട് ആ വീഡിയോ ഞങ്ങൾ ഏറെ സമയം, പരിശ്രമം, ചെലവ് എന്നിവ നടത്തി തയ്യാറാക്കിയ സ്വന്തം കണ്ടന്റാണ്. ഞങ്ങളുടെ അനുവാദമില്ലാതെ വീഡിയോ എടുത്ത് സോങ് മാറ്റി നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് ശരിയായ നടപടിയല്ല. അതിനാൽ ദയവായി ആ വീഡിയോ എത്രയും വേഗം നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് റിമൂവ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത് സൗഹൃദപരമായ ഒരു അഭ്യർത്ഥനയായി കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ സഹകരണത്തിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് അനുമോൾ ഒരു ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് അവൾ പോസ്റ്റ് ചെയ്യും കാര്യങ്ങളൊക്കെയാണ്. അത് മോശമാണ്. കാരണം അവർ എഫർട്ട് ഇട്ട് കാശ് മുടക്കി എടുക്കുന്ന വീഡിയോസ് ജസ്റ്റ് അതുപോലെ ഡൗൺലോഡ് ചെയ്ത് ഇപ്പുറത്തുകൊണ്ട് അപ്ലോഡ് ചെയ്യുന്നത് ശരിയായൊരു പരിപാടിയല്ല. പിന്നെ ഈ ചാനൽ സ്ഥിരം അങ്ങനെ നിലനിന്ന് പോകത്തില്ല. യൂട്യൂബ് നോട്ടീസ് ചെയ്യുമ്പം റീയൂസ്ഡ് കണ്ടന്റ് വീഴുന്ന മൊത്തം ചാനൽ അടിച്ചു പോയി മോണിറ്റൈസേഷൻ കട്ടായി മൊത്തം അടപടലം തേഞ്ഞൊട്ടും. അധികം നാളൊന്നും ഈ ചാനൽ പോകത്തില്ല. ഓക്കെ, അതിപ്പോഴ് ഇത് യൂട്യൂബിന്റെ കണ്ണിൽ പെടാതെ മീൻസ് അവരിങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാതെ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നതാണ്. അത് കുറച്ചുകൂടി കഴിയുമ്പോൾ റിപ്പോർട്ടുകളും കാര്യങ്ങളും വന്നു തുടങ്ങുമ്പോൾ യൂട്യൂബ് ശ്രദ്ധിച്ചു തുടങ്ങും. അങ്ങനെ വരുമ്പോൾ ഈ സാധനം നൈസായിട്ട് തൂക്കി യൂട്യൂബ് തന്നെ പുറത്തെറിഞ്ഞോളൂ. വേറെ ആരുടെയും സഹായം വേണ്ട എന്നതാണ് മറ്റൊരു സത്യം. ഓക്കെ, ഇനി ഞാൻ 1-2 വീഡിയോസ് ക്ലിപ്സ് ഒന്ന് കൊടുക്കാം കേട്ടോ. അനീഷ് അത്യാവശ്യം ഇങ്ങനെ നിന്ന് പോയാണ്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാം. അനീഷിനൊക്കെ ഇനി വെറുതെ വിടുക. അനീഷൊക്കെ പോട്ടെ. അനീഷിന്റെ കാര്യം നോക്കി പോട്ടെ എന്നേ പറയത്തുള്ളൂ. അല്ലാതെ അനുമോള് വിളിച്ചോ, അതെല്ലാവർക്കും അറിയാം. അനുമോളുള്ള ബിഗ് ബോസിൽ പോയി പ്രപ്പോസ് ചെയ്യുകയും ശശിയായി പോവുകയൊക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ്. ഇനി എൻ്റെ ഒരു അഭിപ്രായത്തിൽ മതി, ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞു.
അടുത്ത സീസൺ വരാറായി. അപ്പോൾ ഈ വീണ്ടും ലൈഫ് ലോങ് ഇനി അനുമോളുടെ കേസും പറഞ്ഞ് ഓൺലൈൻ മീഡിയാസ് ആയാലും ആരായാലും അനീഷിനെ ചൊറിഞ്ഞുകൊണ്ട് പോകുന്നത് ഇനി നല്ലതല്ല എന്ന് എനിക്ക് തന്നെ സ്വയം തോന്നി. മതിയാക്കുമോ എന്നുള്ളൊരു മൂഡ് തോന്നി. കാരണം മനീഷിന്റെ അടുത്ത് അതൊക്കെ ചോദിക്കുമ്പോൾ മനീഷിന്റെ ഫേസിന് ഒരുമാതിരി ആകുന്നുണ്ട്. എത്രയൊക്കെ പറഞ്ഞാലും അവന് ഒരു മനുഷ്യനല്ലേ അല്ലേ? പിന്നെ വേറൊരു കേസ് കേട്ടാ, ഇപ്പൊ ഇടയ്ക്ക് റീസെന്റ് ലക്ഷ്മി നക്ഷത്രയുടെ ഒരു ഇന്റർവ്യൂവിൽ വന്നിരുന്ന് കൊണ അടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് 2 കൊട്ട് കൊടുക്കുന്നതിലും തെറ്റില്ല കേട്ടോ. അത് ഞാൻ മറന്നുപോയി. അത് മറന്നിട്ടാണ് ഞാൻ പറഞ്ഞു. സോറിടാ അനീഷ്, ഞാൻ തിരിച്ചെടുത്ത്. കാരണം ഇടയ്ക്ക് ലക്ഷ്മി നക്ഷത്രയുടെ ഇന്റർവ്യൂവിൽ വന്നിരുന്ന് നീ കൊണയടിച്ചല്ലോ, അതുകൊണ്ട് നിനക്ക് 2 തട്ട് തരുന്നത് നല്ലതായിരിക്കും. ഓൺലൈൻ മീഡിയാസ് ധൈര്യമായിട്ട് കയറി വന്നു കേട്ടോ. ഞാനത് മറന്നുപോയി. ഞാനിങ്ങനെ പെട്ടെന്ന് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അത് ഓർത്തില്ല, എന്തിനാ അവനെ വെറുതെ എന്ന് തോന്നി. പക്ഷെ പെട്ടെന്നാണ് എനിക്ക് അത് ഓർമ്മ വന്നത്. ലക്ഷ്മി നക്ഷത്രയുടെ ഇന്റർവ്യൂവിൽ നിന്ന് കൊണയടിയായിരുന്നു. ഓ, അവനെന്തോ തേച്ചങ്ങ് ഒട്ടിച്ചതുപോലെ. നല്ല വിഷമമാണ്. നീ കരയടാ. ഓൺലൈൻ മീഡിയാസ് അവനിട്ട് ചാമ്പിക്കോ. ഒരുപാട് സന്തോഷം. ആണോ? പാവം, എന്ത് കണ്ണൊന്നുമില്ല, മതി, കണ്ടെടുത്തോളം മതി. എന്തായാലും അനീഷേട്ടന്റെ ആ ഒരു ഉള്ളിലെ വിഷം എന്താണെന്ന് അന്ന് ലക്ഷ്മി നക്ഷത്രയുടെ ഇന്റർവ്യൂ ആഫ്റ്റർ എ ലോങ് ടൈം കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായി. അത് ഉള്ളിൽ വെച്ചുകൊണ്ട് അനുമോളെ കപ്പടിച്ചതിന്റെ ആ ഒരു ഫ്രസ്ട്രേഷനും ആ ഒരു അസൂയും കുശുമ്പൊക്കെ അന്ന് മനസ്സിലായി. ഞാനത് മറന്നുപോയി. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നിട്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ അനീഷിന് വേണ്ടിയിട്ട് സംസാരിച്ചേനെ. അബദ്ധം പറ്റിയേനെ. അങ്ങനെ അത് ക്ലിയർ ആയിട്ട് അന്ന് മനസ്സിലായി. അതുകൊണ്ട് ഓൺലൈൻ മീഡിയാസ് വിടാതിരിക്കുന്നത് തന്നെ നല്ലത്. അനീഷിനെ കല്യാണം വിളിച്ചോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും കല്യാണം വിളിച്ചാലും ഇല്ലെങ്കിലും വരാത്തത് നന്നായിട്ട്. എന്തെങ്കിലും ഊക്ക് വാങ്ങിച്ചോണ്ട് പോയാലും ചുമ്മാ. എന്തായാലും പിന്നെ വേറൊരു കേസ്, അനീഷേട്ടൻ കരയാത്ത കേട്ടാ, കയ്യിലിരിപ്പ് കാണുന്നതാണ് ഇങ്ങനെ ആയത്. ഇനി മറ്റേ ഇത് ദിയ കൃഷ്ണ ഷോർട്സ് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനൽ, അവർ ലക്ഷങ്ങൾ വ്യൂസ് ഉണ്ടാക്കുന്നു, കാശുണ്ടാക്കുന്നു, അവർ ഇട്ട വീഡിയോ അതുപോലെ എടുത്ത് ഇവിടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എന്ത് സുഖ പരിപാടി. ഞാനും ഈ പരിപാടി തുടങ്ങാല്ലേ നാളെ മുതൽ. വേറെ ആരെങ്കിലും അപ്ലോഡ് ചെയ്ത വീഡിയോ അതുപോലെ എടുത്തുകൊണ്ട് ഇവിടെ ഇടുക. എനിക്ക് ഒരു പണിയില്ല, എനിക്ക് വായിട്ടളക്കേണ്ട ആവശ്യമില്ല, ഒന്നുമില്ല. ചുമ്മാ നോക്കിക്കൊണ്ടിങ്ങനെ ഇരുന്നാൽ മതി. ഇത് ഇവരുടെ മാത്രമല്ല, അനുമോളുടെ മാത്രമല്ല, ദിയ കൃഷ്ണ, മറ്റേ നമ്മുടെ അനുപമ പരമേശ്വരന്റെ ഇന്റർവ്യൂ, അങ്ങനെ പല വീഡിയോസും ഇവിടെ കൊണ്ട് അവർ ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് നിങ്ങളിവിടെ സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സുഖ പരിപാടി. ഞാൻ ഇങ്ങനെ ഒരു ചാനലായിട്ട് തുടങ്ങാം. എന്നിട്ട് ബയോയിൽ കണക്കുണ്ടാന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യണമെന്ന്. എവിടെ കോൺടാക്ട് ചെയ്യും? അതിന് കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾ വാട്സപ്പോ അല്ലെങ്കിൽ മെയിലോ അല്ലെങ്കിൽ ഇൻസ്റ്റയോ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ? നഹീഹേ. പിന്നെ എവിടെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്? അതും കൂടി എനിക്കൊന്ന് പറഞ്ഞു തരൂ. ദിയ കൃഷ്ണ ഷോർട്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ. അതുകൊണ്ട് വളരെ ചീപ്പ് പരിപാടിയാണ് കാണിക്കുന്നത്. ചീപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ അതപ്പതിച്ച പരിപാടി. ഓക്കെ, ഇതിൽ പറയാൻ അതപ്പതിച്ച പരിപാടി വേറെ ഇല്ല എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. അങ്ങനെ ഉണ്ടാവും. സകലമായ ഇവർ അപ്ലോഡ് ചെയ്യുന്നതിനൊക്കെ ചുമ്മാ വീട്ടിൽ ഡൗൺലോഡ് ചെയ്ത് എടുത്ത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഡൗൺലോഡ് ചെയ്യുന്ന താമസം, അപ്ലോഡ് ചെയ്യുന്ന താമസം ഇവർക്കുള്ളൂ. പിന്നെ കാശ് കിട്ടും മാസം. സുഖ പരിപാടി. ഇത് റീയൂസ്ഡ് അടിക്കും, പിന്നെ അടിച്ച് ഉണ്ടാക്കി കിട്ടും. കണ്ടോ, എല്ലാ വീഡിയോസും എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. സകലമായ വീഡിയോസും സുഖോടെ. എന്നിട്ട് പോസ്റ്റും ഷെയർ ചെയ്തിട്ട് ഓമന തിങ്കൾ കിടാവോ, എൻ്റെ പൊന്നടാവേ. സ്റ്റോർ ഓപ്പൺ ആണ്. സ്റ്റോർ ഓപ്പൺ ആകുമ്പോൾ മോണിറ്റൈസേഷൻ ആണെന്നാണ് അർത്ഥം അക്കൗണ്ട്. അപ്പോൾ കാശ് വാരിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കാശ് വാരുന്നതിൽ ആർക്കും അസൂയൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ കാശ് വാരാൻ നിൽക്കരുത്. ഓക്കെ, അവര് കഷ്ടപ്പെട്ട് എഫർട്ട് ഇട്ട് കാശ് മുടക്കി എടുക്കുന്ന വീഡിയോസ് നിങ്ങൾ ഒരു നിമിഷം കൊണ്ട് വെറുതെ കൊണ്ട് അപ്ലോഡ് ചെയ്തിട്ട് എന്ന് പറഞ്ഞ് ഇരിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയുള്ള പരിപാടിയല്ല. ഇനി അഹാനയ്ക്ക് അനുമോൾ അറിയത്തില്ലടേ. ഓക്കെ, അറിയത്തില്ലായിരിക്കും. അനുമോൾ അറിയാത്ത ഒരുപാട് പേരുണ്ട്. പക്ഷെ അഹാനയ്ക്ക് ഇത്രയും ഓൺലൈനിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന അഹാനയ്ക്ക് അനുമോൾ അറിയില്ല എന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ അത് ഒരുമാതിരി തോന്നി. കാണാം. അനുമോളെ ഒന്നും നമ്മുടെ അഹാനകൃഷ്ണയ്ക്ക് അറിയത്തില്ല. അഹാനകൃഷ്ണയ്ക്കൊക്കെ വേറെ ലെവലാണ്. ഇവിടെ ഈ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ആക്റ്റീവ് ഇല്ലേ? ഇതുവരെ കണ്ടിട്ടില്ല അനുമോളെ. സ്റ്റാർ മാജിക്, സീരിയൽ, ബിഗ് ബോസ് കണ്ടിട്ടില്ലായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ ഒന്നും കാണത്തില്ലായിരിക്കും. എങ്കിലും എവിടെയെങ്കിലും സ്ക്രോളിൽ കണ്ടിട്ടില്ലായിരിക്കും. ഓ, വലിയ പത്രാസുകാരി. ശരി, ആയിക്കോട്ടെ, ഞാനൊന്നും പറയുന്നില്ല. എനിക്കെന്തോ തള്ളിയതുപോലെ ഫീൽ ചെയ്ത്. ഇനി മേ ബി അറിയാമോ ഇല്ലയോ ദൈവത്തിനറിയാം. ഓക്കെ, അങ്ങനെ കാര്യങ്ങൾ ഹെൽത്തി വീഡിയോ അത് ഇതൊക്കെ ഇട്ട് അവരുടെ ചാനൽ ഓണായിട്ട് പോകുന്നുണ്ട്. നല്ല കാര്യം. അതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം, ദയവ് ചെയ്തിട്ട് ആരും, ഇതിപ്പോൾ അനുമോളുടെ കേസ് മാത്രമല്ല, അവരിങ്ങനെ ഒരു പോസ്റ്റ് ഇപ്പോൾ അനുമോൾ അടിച്ചിറക്കിയിട്ടുണ്ട്.
പ്രത്യേകിച്ച് ഈ പറയുന്ന പോലെ ഇങ്ങനെ ചെയ്യരുതടെ നമ്മൾ ആക്ഷൻ എടുക്കും എന്നുള്ള കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അടിച്ചു കൊടുക്കുക എന്നുള്ള കേസേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ മോശമാണ്. അത് അവർ കഷ്ടപ്പെട്ട് കാശ് മുടക്കി എടുക്കുന്ന വീഡിയോസ് ചുമ്മാ അതുപോലെ ഡൗൺലോഡ് ചെയ്യുക, അപ്പുറത്തുണ്ട് അപ്ലോഡ് ചെയ്യുക. അത് ഫെയർ ആയിട്ടുള്ളൊരു കാര്യമല്ല. ഇപ്പം നമ്മൾ നിങ്ങൾക്ക് ഈ ചാനലുണ്ടല്ലോ 10-70,000 സബ്ബുണ്ട്, ആ വീഡിയോസൊക്കെ റിമൂവ് ചെയ്തിട്ട് ഈ പറഞ്ഞതുപോലെ റിയാക്ഷൻ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടേതായ അഭിപ്രായമൊക്കെ പറഞ്ഞ് ഒരു കുറച്ച് എഫർട്ട് ഇട്ടിട്ട് വീഡിയോ ചെയ്യും. അല്ലാണ്ട് ചുമ്മാ അതുപോലെ എടുത്ത് അപ്ലോഡ് ചെയ്തിട്ട് കൊണ പരിപാടി കാണിക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് കുറച്ച് മോശമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കാശ് കൊടുത്തെടുക്കുന്നതിനൊരു വിലയില്ലാണ്ടാക്കുന്ന പോലെ ആയിപ്പോൾ. അതുകൊണ്ട് അത്ര എനിക്ക് പറയാനൊന്നും തോന്നി. പിന്നെ കൂടുതലൊന്നും പറയില്ല. പിന്നെ ചില കുരുപൊട്ടിയ ടീമുകളുണ്ട്. അതായത് അനുമോള് അന്ന് ഗിസേലിനെ പറഞ്ഞു, ഡ്രസ്സ് കുലസ്ത്രീ അത് ഇതെന്നൊക്കെ പറയുന്നു. ഒരു സൈഡിൽ മാറിയിരുന്ന് കരയുന്നതായിരിക്കും കുറച്ചൊന്ന് ബെറ്റർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാറി അങ്ങോട്ട് എവിടെയെങ്കിലും ഏതെങ്കിലും മുക്കിൽ പോയി അതിരിക്കുക, എന്നിട്ട് അവിടെ അങ്ങ് കരയുക, അതായിരിക്കും നല്ലത്. അല്ലാണ്ട് ഇവിടെ കിടന്ന് ചലിച്ചിട്ട് കാര്യമൊന്നും. നല്ല വിഷമമുണ്ട് ഇവക്ക്. പ്രത്യേകിച്ച് നല്ലൊരു കിടില പയ്യനെ കിട്ടി. ആ പയ്യനെ കിട്ടിയപ്പോൾ അത് കണ്ട് അസൂയും കൂശുമ്പോ ഇങ്ങനെ നിറഞ്ഞ് പൊട്ടി എന്തെങ്കിലും 10 പറയണമല്ലോ ഇവിടെ എന്നുള്ള മൂഡിലിരുന്നും കൊണ്ടാണ് കുറേ ഇറങ്ങിയിട്ടുള്ളത്. നമുക്ക് പറ്റത്തില്ല, എന്തെങ്കിലും 10 പറയണം, ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ആ ഒരു മൂഡിലിരുന്നിട്ട് കുറേ എണ്ണം ചിലയ്ക്കുന്നുണ്ട്. അത് നല്ല അടിപൊളി സ്പഷ്ടമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇതെല്ലാം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ഇട്ട് കാണാം. പുതിയ ബിഗ് ബോസ് വരാൻ പോവുകയാണ് നെക്സ്റ്റ് മന്ത് മുതൽ. നമുക്ക് അപ്പോൾ മുതൽ ബിഗ് ബോസ് റിവ്യൂ കാര്യങ്ങളൊക്കെ തുടങ്ങാം. അടിപൊളിയായിട്ട് പുതിയൊരു ബിഗ് ബോസിനെ വരവേൽക്കാം. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. ഈ ഓണം അടിപൊളിയായിട്ട് സെറ്റായിട്ട് എല്ലാവരും ആഘോഷിക്കട്ടെ. ആഘോഷം ഗംഭീരമാകട്ടെ. ഹാപ്പി ഓണം. കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയ വീഡിയോ ആയിട്ടാണ്.